ഭീകരതയുടെ കുപ്പായം ഉപേക്ഷിച്ച് രാഷ്ട്രസ്നേഹത്തിന്റെ നെഞ്ചുറപ്പോടെ അവരെത്തി. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന ഫാഷൻ ഷോയിലാണ് നക്സൽ ബന്ധം ഉപേക്ഷിച്ച വനിതകൾ ചുവടുവെച്ചത്. ഒരു കാലത്ത് ചുവപ്പ് ഭീകരതയുടെ ഇരുട്ടിൽ ജീവിച്ച മനുഷ്യരുടെ പുനരധിവാസത്തിന്റെയും ശാക്തീകരണത്തിന്റെയും പുതിയ ദൃശ്യങ്ങളാണ് രാഷ്ട്രം കണ്ടത്. റായ്പൂരിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഓഡിറ്റോറിയത്തിൽ നടന്ന ദേശീയ കൈത്തറി ദിന പരിപാടിയിലാണ് ബസ്തറിൽ നിന്നുള്ള മുൻ വനിതാ മാവോയിസ്റ്റുകൾ പരമ്പരാഗത കൈത്തറി വസ്ത്രത്തിൽ ആത്മവിശ്വാസത്തോടെ റാമ്പിൽ ചുവടുവെച്ചത്. മനോഹരമായ കോസ സിൽക്കും കൈകൊണ്ട് നെയ്ത വസ്ത്രങ്ങളും ധരിച്ച് പ്രദേശത്തിന്റെ സമ്പന്നമായ തുണിത്തരങ്ങളുടെ പൈതൃകം പ്രദർശിപ്പിച്ചാണ് വനിതകൾ ആവേശകരമായ കയ്യടി ഏറ്റുവാങ്ങിയത്. സംഘർഷഭരിതമായ ജീവിതം ഉപേക്ഷിച്ച വനിതകൾക്ക് ഒരു പുതിയ തുടക്കത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും മാതൃക കൂടിയായി മാറി ഈ റാമ്പുകൾ. മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ വലിയ പരിവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നക്സൽ ഭീഷണി തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാരിനൊപ്പം തോളോട് തോൾ ചേർന്ന് സംസ്ഥാനവും പ്രവർത്തിക്കുന്നു. തോക്കും ആയുധങ്ങളും ഉപേക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കുള്ള ശ്രദ്ധേയമായ ചുവടുവയ്പ്പായിരുന്നു ഈ മാറ്റം. ഒരു കാലത്ത് മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമായിരുന്ന ബസ്തറിന്റെ ഇന്നത്തെ മാറ്റം അടയാളപ്പെടുത്തുന്നത് ഇവരിലൂടെയാണ്. ഭീകരതയിൽ നിന്നും രാജ്യസ്നേഹത്തിന്റെ പുതിയ പാഠങ്ങൾ ഇവർ പഠിച്ചെടുക്കുന്നതും ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക്, ജനം.